അയ്യോ പോലീസ്. ആയിക്കോട്ടെ, ഒന്നും പറയാനില്ല. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? യെസ്, ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ യാത്രയുടെ 3-ാം ദിവസമാണ് ഇന്ന്. ഫസ്റ്റ് ദിവസം നമ്മൾ ഇറങ്ങിയ ദിവസം, പിന്നെ 2-ാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് 3-ാമത്തെ ദിവസമാണ്. അതിനൊക്കെ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുത്തു, കാരണം ദുബായിൽ മഴ ആയതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും 2 ദിവസമാണ് മഴ പറഞ്ഞായിരുന്നു, പക്ഷേ ഒരു ദിവസമാണ് പെയ്തിട്ടുള്ളൂ. ഇനി എപ്പോഴാണ് പെയ്യാന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ആ ഒരു ദിവസം റെസ്റ്റ് എടുത്തു. ഇന്ന് റെസ്റ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബിസിനസ് ബേയിലാണ്. നമ്മൾ യാത്ര നിർത്തിയ സ്ഥലത്ത് നിന്ന് വീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ജബൽ അലി മെട്രോ സ്റ്റേഷൻ വരെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ യാത്ര കേട്ടോ. അതാ ഞാനുള്ളത് ബിസിനസ് ബേ മെട്രോ സ്റ്റേഷൻ അടുത്താണ്. അതാണ് ബിസിനസ് ബേ മെട്രോ സ്റ്റേഷൻ. ഇങ്ങനെ നടന്ന് വന്ന് ഇതിലിങ്ങനെ പോവാണ്. അപ്പം ഇതൊരു ഇതൊരു പാലമാണ്. ഇതിനൊരു കൂടി ഒരു കനാൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലിഫ്റ്റ് കയറി മുകളിലെത്തി ഈ പാലം ക്രോസ് ചെയ്ത് അവിടെ നിന്ന് ലിഫ്റ്റ് ഇറങ്ങി താഴെ ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നോട്ട് വർക്കിംഗ് സോ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇത് കയറി പോകേണ്ടി വരും, കാരണം അത് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. നോട്ട് വർക്കിംഗ്. മെയിൻ്റനൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്ന് തന്നെ കയറണം. നമുക്ക് നടന്ന് കയറുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അയ്യോ കണ്ടോ, നല്ല രസമല്ലേ? നല്ല എന്താ പറയുക, നല്ല ലൈറ്റ് ഗ്രീൻ നിറത്തിലാണ് കേട്ടോ അതിൻ്റെ ഒരു കളറെന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുണ്ട് കൈസ്, അവിടെ ഒരാൾ ഓടിപ്പോകുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര എക്സസൈസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗങ്ങൾ. ഇങ്ങനെ പോയിട്ട് ഓടി കറങ്ങിയൊക്കെ വരാം. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. ഹിൽട്ടൺ ഹോട്ടലാണ് ഇതാണ് ഹിൽട്ടൺ. ഒത്തിരി സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്നൊരു ഏരിയയാണ് ബിസിനസ് ബേ. ബിസിനസ് ബേ മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഒരു സെൻറ്റർ തന്നെയാണ്. കാരണം ആൾക്കാർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ മൊത്തം ബിസിനസ് സംരംഭങ്ങളാണ്. ഒരുപാട് കമ്പനികൾ, ഒത്തിരി ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനികൾ ഒക്കെയാണ് ഉള്ളത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ പേർക്ക് ലീവാണല്ലോ. അപ്പോൾ എല്ലാവരും ഫാമിലി ടൈം, എല്ലാവരും ഫാമിലിയോട് എൻജോയ് ചെയ്യാനൊക്കെ ഇവിടെ വരും, ഇവിടെ ഇരിക്കും. അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. നമ്മളിത് ഒരു മഗ്ഡി കണ്ടിട്ടുണ്ട്. മഗ്ഡി കയറി നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? 1 ദിറംസിൻ്റെ ഐസ്ക്രീം കിട്ടും മഗ്ഡിയിൽ. മഗ്ഡി കയറി നമുക്കൊരു ഐസ്ക്രീം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും ഇപ്പോൾ. സോ നമുക്ക് നോക്കാം മഗ്ഡിയിൽ ഐസ്ക്രീം കിട്ടുമോ ഇല്ലയോ. Hi sir, good afternoon. Thank you. Thank you. നമുക്ക് ഐസ്ക്രീം കിട്ടിയിരിക്കുകയാണ്. മഗ്ഡിയുടെ ഐസ്ക്രീമാണത്. 2 ദിറംസാണ് മഗ്ഡിയുടെ ഐസ്ക്രീമിന് വില. നല്ല ടേസ്റ്റ് ഉണ്ട്. ബിസിനസ് ബേ കഴിഞ്ഞ് കുറച്ച് ദൂരമുള്ള മെട്രോ സ്റ്റേഷൻസ് വരെ നമുക്ക് കുറച്ച് റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതായത് കുറച്ച് ദുബായിയുടെ തന്നെ കുറച്ച് റിച്ചസ്റ്റ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകാനുള്ള മെട്രോ സ്റ്റേഷൻ, നമ്മളിന്ന് എത്തുന്ന മെട്രോ സ്റ്റേഷൻ ജബൽ അലി മെട്രോ സ്റ്റേഷനാണ്, DMCC കഴിഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഒരു 13 കിലോമീറ്റർ കൂടി ഇനിയും ഉണ്ടാവും ഇന്ന് നമുക്ക് ടാസ്ക്. ഇതുണ്ടോ, ആരാന്ന് ചോദിക്കും. കുറച്ച് പേര് നമ്മൾ കാണാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഹായ് ബ്രോ. Good, good. Civil. So we just saw that you are going from Dubai to Saudi Arabia by road, walking. Yes. That's really great. Like I am a traveler, walking traveler. Okay. I always travel by walk. So you are from Kerala, India. Okay, so you came from India? No, I am working in Sharjah. Okay. So every day how many kilometers? 20-30 kilometers. You working here? Yeah. All good? Yeah, all good. We just saw your, this poster that side. So I just started from business bay. Yesterday I was halting there in business bay. Okay. So where do you halt, like in hotel and? Friends are there. Instagram followers. So today you start your journey from here? Morning, yeah.
So today where will you stop then? Jebel Ali metro station, DMC after DMCC. Okay. All the best. Thank you so much. Thank you so much. Bye. Thank you so much. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് നമുക്ക് എപ്പോഴും കിട്ടും ഇടയ്ക്കിടയ്ക്ക്. ഓരോരുത്തർ നമ്മളോട് ഇങ്ങനെ ചോദിക്കും. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാട്ടോ നമ്മുടെ ഈ യാത്രയുടെ ഇടയിൽ. പിന്നെ ഇത് ഉണ്ട് ഓറോ 24ൻ്റെ പരസ്യം. ഓറോ 24 എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലയൻ്റ് ആയിരുന്നു IT-യിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, നൗഷ എന്ന് പറഞ്ഞിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയുടെ ഇടയ്ക്ക് ഇപ്പം ഒരു ബിസിനസ് ബേ മുതൽ ഓൺ പാസി വരെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് കാർ ഷോറൂം, ബിസിനസ് ബേ മുതൽ ഓൺ പാസി എന്ന് പറഞ്ഞാൽ ഒത്തിരി കാർ ഷോറൂമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു കാർ ഷോറൂമിലാണ്. കാണിച്ചു തരാം. മക്ലറൻ, ബുഗാട്ടി, അതുപോലെ തന്നെ ഫെററി, പിന്നെ ലംബോർഗിനി, എല്ലാ റോൾസ് റോയ്സ്, എല്ലാവിധ കാറുകളും ഇവിടെ ഉണ്ട്. നോക്കി, ഒരു ലോകം തന്നെയാണിത്. ഞാൻ വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചാൽ അവരെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഇന്ന് ലീവാണ് ശരിക്കും. ഞായറാഴ്ച അവധി കൂടിയാണ്. ഇതുണ്ടോ, ഫോർഡിൻ്റെ ഒരു വണ്ടി. ആയിക്കോട്ടെ, ഒന്നും പറയാനില്ല. അടിപൊളി സാധനങ്ങളാണ്. റോൾസ് റോയ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട്. സൂപ്പർ ലുക്കാണ്, ഒന്നും പറയാനില്ല. ഇതെത്ര കോടിയിട്ടുണ്ടെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും വിലയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. ജസ്റ്റ് കുറച്ച് നേരം ഞാൻ അവിടെ കയറിയിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇക്വിറ്റി മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത മെട്രോ സ്റ്റേഷൻ എടുത്തേക്ക്. ഇതേ ആ കാണുന്നതാണ് ഇക്വിറ്റി മെട്രോ സ്റ്റേഷൻ. നമ്മളിനി ഇങ്ങനെ വന്നത് ആ മെട്രോ സ്റ്റേഷനാണ്. പക്ഷേ ഇപ്പോൾ നമുക്കുള്ള ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് ഫുള്ള് റൗണ്ട് അബൌട്ടുകൾ, ഇങ്ങനെ കറങ്ങി വരുന്ന റോഡുകൾ ഉണ്ടാവില്ല, അതുകൂട്ട് റോഡുകളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ക്രോസ് ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി നിന്ന് വണ്ടി കുറവുള്ള ടൈമിൽ നമ്മൾ ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെട്രോ അതാ പോകുന്നു. നമ്മളിവിടെ നിൽക്കണം. എന്നിട്ട് നമുക്ക് വണ്ടി ഇല്ലാത്ത ടൈമിലേ ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് കയറി അവിടെ നിന്ന് ക്രോസ് ചെയ്ത് അങ്ങനെ പോയൊക്കെ മെല്ലെ പോകാൻ പറ്റുള്ളൂ. സക്സസ്ഫുള്ളി വി ക്രോസ്ഡ് 1 റോഡ്. നമ്മൾ സക്സസ്ഫുള്ളി ഒരു റോഡ് ക്രോസ് ചെയ്തു. നമ്മൾ ഇവിടുന്ന് ഇതിന് നടുക്കൂടെ നടന്ന് നമുക്ക് അങ്ങനെ പോകാം. ഇനി ഇവിടെ എത്തിക്കഴിയുമ്പോൾ താഴേക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, നോക്കണം. ഈ റൗണ്ട് അബൌട്ടിൽ ഇങ്ങനെ കറങ്ങി വരുന്ന സ്ഥലം മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും നടക്കുമ്പോൾ ഇല്ല. സ്ട്രെയിറ്റ് നടക്കാം. പക്ഷെ ഇങ്ങനത്തെ റൗണ്ട് അബൌട്ടിൽ വരുമ്പോൾ സീനാണ്. കാരണം നമ്മൾ കുറേ ഇറങ്ങിയൊക്കെ പോരണം. ഏകദേശം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്ന് നമുക്ക് പറ്റിയ ഹോട്ടലേ കാണുന്നില്ല കേട്ടോ. എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലുകളാണ്. നമുക്ക് പറ്റിയ ലോക്കൽ ഹോട്ടലൊന്നും കാണുന്നില്ല. അയ്യോ, ഇതൊന്നും നടക്കാൻ പാടില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉള്ളത് ചവിട്ടിക്കളയാണല്ലോ. ബ്ലോക്ക് വന്നാൽ എളുപ്പമായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടെ. ആഹാ, അടിപൊളിയായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. അയ്യോ, പോലീസ്. പോലീസല്ല, ആംബുലൻസ് ആട്ടെ. ഞാൻ ആകെ ഒന്ന് പേടിച്ച്. ഈ പോലീസ് വണ്ടിയാണോ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യും. റൗണ്ട് അബൌട്ട് വിത്ത് ഫ്ലൈ ഓവറുള്ള സ്ഥലം ക്രോസ് ചെയ്യാനാണ് ഇത്ര ബുദ്ധിമുട്ട് നമുക്ക്. അത് നമുക്ക് എല്ലാം ഇങ്ങനെ തന്നെയാണ്. എല്ലാ റൗണ്ട് അബൌട്ടും ഇങ്ങനെ തന്നെയാണ്. എല്ലാ ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങളും ഇങ്ങനെ തന്നെയാണ്. കുറച്ച് റിസ്ക്കാണ്, പക്ഷേ റിസ്ക് ഇല്ലാതെ എന്ത് യാത്ര. നമ്മളത് ക്രോസ് ചെയ്താലേ പറ്റുള്ളൂ. അതാ മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ് ഇവിടെ വന്നാണ്ടോ. ഇനി നമുക്കിനി ഇവിടുന്ന് ക്രോസ് ചെയ്യണം. ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറം ചെല്ലണം.
കണ്ടോ, വി സക്സസ്ഫുള്ളി ക്രോസ്ഡ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം 2:45 2:45. നമുക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം. ഷെറാട്ടൺ ഹോട്ടലുണ്ടോ? ഷെറാട്ടനാണ് കാണുന്നത് കേട്ടോ, ഷെറാട്ടൺ ഹോട്ടൽ. മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ ഒരു ഇത് എക്സിറ്റാണ്, മെട്രോ എക്സിറ്റാണ് ഇത്. ഗൈസ് നമുക്ക് അപ്പുറ സൈഡിലേക്ക് മാറാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാ മാൾ ഓഫ് ദി എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിൽ നടുക്കൂടെ നമുക്ക് കയറിയിട്ട് അപ്പുറ സൈഡിൽ പോയി നമുക്ക് ഇറങ്ങാൻ പറ്റും, നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടന്ന് പോകാൻ പറ്റും മെട്രോയുടെ ലൈനിൻ്റെ അടുത്തുകൂടെ. ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ക്രോസിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ദൂരമുണ്ട് കേട്ടോ നടക്കാൻ. അത് പ്രശ്നമില്ല. നമുക്കാണെങ്കിൽ കുറച്ച് തണുപ്പ് കിട്ടുകയും ചെയ്യും, നടക്കാൻ പ്രശ്നവുമില്ല. ഇത് കുറച്ച് ദൂരമാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ക്രോസ് ചെയ്യണമായിരുന്നു. അവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് എങ്ങനെ പോകാൻ ബുദ്ധിമുട്ടായേനെ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിലേ ക്രോസ് ചെയ്ത് അവിടെ എത്തണം നമ്മൾ. ഇത് നമുക്ക് കുറച്ച് സുഖം കിട്ടും, പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടേക്ക് എത്തും. എക്സിറ്റ് 1 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് മാൾ ഓഫ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ളൊരു മാളാണ്, അത്യാവശ്യം ക്രൗഡഡാണ്. ഈ എക്സിറ്റിലേക്ക് എത്താൻ ഇത്തിരി പ്രയാസം. ഓക്കെ, ഒന്നും പറയണ്ട, ഒരു എക്സിറ്റ് കാണുന്നില്ല. നമുക്ക് ഇറങ്ങിപ്പോകാൻ ഒരു എക്സിറ്റ് കണ്ടാലേ ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ മാളിനുള്ളിലായപ്പോൾ നമ്മളൊന്ന് കയറി. കറക്റ്റ് ദുബായ് മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഒരു മാളിനുള്ളിലേക്കാണ്, ഈ മാളിനുള്ളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റുള്ള ഇത് കിട്ടുന്നില്ല. Exit. Going outside. The parking or No, bus. Up. It's on you? Yeah. You can do from here. Okay. Turn left and you can exit from the left. Okay. ഗൈസ്, നമ്മളങ്ങനെ അവസാനം എക്സിറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അമ്മേ, പുറത്തിറങ്ങി. അപ്പോൾ ഗൈസ് നമ്മൾ പുറത്തിറങ്ങി. അയ്യോ, വല്ലാത്തൊരു പെടലായിപ്പോയി. മാളിനുള്ളിൽ കൂടെ നമ്മളൊരു പ്രദർശനം നടത്തിയിട്ടാണ് വന്നത്. നമ്മളിവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്, മെട്രോയുടെ ചുവടെ. ഇതാണ് കേട്ടോ മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ അപ്പർ സൈഡിലാണ് നടന്നത്, റൈറ്റ് സൈഡിലാണ് നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ അങ്ങോട്ട് പോയതൊക്കെ റൈറ്റ് സൈഡിൽ, എല്ലാ മെട്രോ സ്റ്റേഷൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. പിന്നെ മെട്രോ നമുക്ക് ഇത്ര അടുത്ത്, മെട്രോ ലൈൻ നമുക്ക് ഇത്ര അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് 3 മണി ആവാനായിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം നടന്നതിന് ശേഷം നമുക്കൊരു ഹോട്ടൽ കിട്ടി. നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയൊരു ഹോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ മാൾ ഓഫ് ദി എമിറേറ്റ് എക്സിറ്റ് 1 കൂടെ കയറി എക്സിറ്റ് 2 ഇറങ്ങി നമ്മൾ റോഡ് ക്രോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു ഹോട്ടൽ കിട്ടി. അപ്പം നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി ഇപ്പോൾ വരും. വിശന്നിട്ട് മേലെ ഗൈസ്. സമയം നോക്കുക, 3 മണിയായി. രാവിലെ മസാല ദോശ കഴിച്ചതാണ് 10 മണിക്ക്. അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവിടെ മസാല ദോശ കഴിച്ചത്. പിന്നെ ഒരു ഫുഡും കഴിച്ചിട്ടില്ല. വിശന്നിട്ട് കഴിച്ചില്ല. എന്തായാലും ബിരിയാണി വരട്ടെ ഗൈസ്. നമ്മുടെ അങ്ങനെ ബിരിയാണി വന്നിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി പോലത്തെ ബിരിയാണിയൊന്നും അല്ല. സോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ബിരിയാണിയാണ്. കുഴപ്പമില്ല, നല്ല ബിരിയാണിയാണ്. പിന്നെ ഈ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. നമ്മുടെ മലയാളികൾ അതേയുള്ള ഏരിയ അല്ലല്ലോ. കൂടുതലും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഇതെന്നെ കാണിച്ച് ദൈവം കാണിച്ചെന്ന് ഭയങ്കര ഭാഗ്യം. ഇപ്പോഴുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഞാനത് കഴിക്കട്ടെ കേട്ടോ. നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഒരു ചായ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം സമയം 4:27 ആയിട്ടുണ്ട് കേട്ടോ. 4:27.
നമുക്കിനി ഒരു കുറച്ച് കിലോമീറ്റർ കൂടുതൽ നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് സ്ട്രെച്ച് നടത്തി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത നമ്മുടെ പോയിന്റ് എത്തുന്ന വരെ ഒറ്റ നടത്താണ്. ഇതുണ്ട് ഗൈസ്, ജബൽ അലി മെട്രോ സ്റ്റേഷൻ. നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടത്. 10 കിലോമീറ്റർ ഉണ്ട്. 4:29 ആയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി സമയം. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റാണ്. ബാഗിന് ഞാൻ ടെൻ്റ് എടുത്ത് വെച്ചുകൊണ്ട് കുറച്ച് വെയിറ്റ് കുറവുണ്ട്. പക്ഷെ എന്നാലും ഇത്തിരി കനമുണ്ട്. നമ്മൾ അധികം നാൾ ഇപ്പോൾ കുറേ നാളായിട്ട് ബാഗ് ഇടാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അത് കുറച്ച് നമ്മൾ നടന്നു കഴിയുമ്പോൾ സെറ്റങ്ങ് ആയിക്കോളും. ഗൈസ് ഇത് കണ്ടോ നിങ്ങൾ, നമ്മളിത് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഓക്കെ, ഈ ബ്ലൂ സാധനം കാണുന്നിടത്ത്. ഇനി നമുക്ക് ഇവിടെ എത്തണം. അപ്പം അതിനിടയ്ക്കൂടെ ഉള്ള ഫ്ലൈ ഓവർ ഉണ്ട്. നിങ്ങൾ ഇത്രയും ഫ്ലൈ ഓവറുകളാണ് ഉള്ളത്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത്രയും ഫ്ലൈ ഓവറുകൾ നമ്മൾ അടിയിൽ കൂടെ നടന്ന് വേണം പോകാൻ. ഇത് കുറച്ച് ഫ്ലൈ ഓവർ കൂടുതലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് നമ്മൾ ഇറങ്ങി ഇത് ചാടി ഇവിടുന്ന് മെല്ലെ ഇറങ്ങി ഇങ്ങനെ പോയിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇത്രയും ഫ്ലൈ ഓവറുകളുടെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെ ക്രോസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഒരു വണ്ടിയില്ല, അപ്പം ഇങ്ങനത്തെ സെറ്റപ്പിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ? ഓ മാൻസീൻ ഇതാണ്. നമ്മളിന്ന് എതിലേ പോവും? ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. കപ്പറ എത്തണം. നമുക്കിതിലേ പോയി നോക്കാം. അപ്പോൾ ഇവിടെ വണ്ടിയൊന്നുമില്ല. നമ്മളിങ്ങനെ ഇറങ്ങി ക്രോസ് ചെയ്യും. ഫുള്ള് പുല്ലും ചെടിയും പാറ കഷ്ണങ്ങളും കൊണ്ട് വേണ്ടിയിട്ട് മല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇവര്. നമ്മളിപ്പോൾ മെട്രോയുടെ നേരെ മുമ്പിലുള്ളത്. അതുകൊണ്ട് മെട്രോയുടെ ലൈനാണ് ഈ പോകുന്നത്. നമുക്കത് ഇതോട് ചേർന്ന് നമുക്കങ്ങ് ഇറങ്ങി പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ എനർജി നമ്മൾ സേവ് ചെയ്തു. മെട്രോ ഇപ്പോൾ വരുമായിരിക്കും. നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ മെട്രോ ഇപ്പോൾ വരും. ഇതിലാരൊക്കെ നടന്ന് പാടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങി പോവാം. എന്താ സുഖം. പെട്ടെന്ന് എത്തിയില്ല നമ്മൾ. അത്രയും വലിയൊരു ഫ്ലൈ ഓവർ നമ്മളിങ്ങനെ ക്രോസ് ചെയ്തു. ഇതുകൊണ്ട് നനയ്ക്കുന്ന എന്താ 5:42 ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളത് അൽഖയിൽ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തി. അൽഖയിൽ മെട്രോ സ്റ്റേഷൻ ഗോൾഫ് ക്ലബ്ബാണ് നമ്മുടെ ഈ മതിലിൻ്റെ അപ്പുറത്ത് കാണുന്നത്. ഇത്രയും വലിയ ഗോൾഫ് ക്ലബ്ബാണ്. നമുക്കിനി കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട്. സമയം 5:43 ആയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെയിലെല്ലാം കുറഞ്ഞു. നല്ല രസമുണ്ട് ഇപ്പോൾ നടക്കുന്നത്. നല്ല തണുത്ത കാറ്റാണ് വീശുന്നത് കേട്ടോ. വലിയ ചൂടോ കാര്യങ്ങളൊന്നുമില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെയിലെല്ലാം കുറഞ്ഞു, ഒന്ന് ഒതുങ്ങി. കണ്ടോ, ഇപ്പോൾ വലിയ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോവാം. ഇപ്പുറത്ത് കാണുന്ന ഗോൾഫ് ക്ലബ്ബാണ്. ചായ കുടിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല. ഒരു ഹോട്ടൽ പോലും ഈ അടുത്തുള്ള ഏരിയകളിലൊന്നും തന്നെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഈ മെട്രോ പോകുന്നതിന് സൈഡിൽ കൂടെ ഉള്ളവർ ഇവിടെ നമ്മുടെ മലയാളികളെ കുറവാണ്. ഇവിടെ മൊത്തം ഫോറിനേഴ്സും അതേപോലെ തന്നെ ഫിലിപ്പീൻസുള്ള ആൾക്കാരാണ്. ഇപ്പോൾ സ്റ്റാർബക്സ് അങ്ങനെയുള്ള വലിയ വലിയ കോഫി ഷോപ്പുകൾ മാത്രമല്ല, നമുക്ക് ചെറിയ ചെറിയ ഹോട്ടലുകൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ ഏരിയയിലേ ഇല്ല. വളരെ കുറവാണ്. അപ്പോൾ വൈകുന്നേരം നമ്മൾ ഒരു ചായ കുടിക്കാൻ തോന്നിയാൽ ചായ കുടിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ടേക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചായ. അതുകൊണ്ട് ഞാൻ ചായ തൽക്കാലത്തേക്ക് മറന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര ചെയ്യുന്ന സമയത്ത് ഫുൾ ചായ കുടിക്കും. ഞാൻ ഒരു ചായ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ചായക്കിടയ്ക്ക് കുടിക്കണം. അതുകൊണ്ട് അത് സാരല്ല, പോട്ടെ. നമുക്കിനി എവിടെയെങ്കിലും കാണുമ്പോൾ കുടിക്കാം. അമ്മോ, ഇനി നമ്മൾ ഇതിലെങ്ങനെ പോവും? ഇതുണ്ട്, ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക അവിടെ. നമ്മളതിൻ്റെ മുകളിൽ കൂടെ പോകും. ഗൈസ്, നമ്മളങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തെത്തി. ഇനി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്താൽ മെട്രോ സ്റ്റേഷന് അടുത്തെത്തണം. അതാണ് ടാസ്ക്.
ഗൈസ് ഇവിടെയൊക്കെ 100 കിലോമീറ്റർ സ്പീഡാണ് കേട്ടോ. റൈറ്റ് സൈഡിൽ കൂടെ പോകുന്ന ട്രാക്കൊക്കെ 100 കിലോമീറ്റർ ആണ്. അപ്പുറത്ത് ട്രാം പോകുന്നുണ്ടോ, ട്രാമാണ്. ശോഭ റിയാലിറ്റി എന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ട്രാമുണ്ട്. ട്രാമിലൊക്കെ നിങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. ട്രാം അതാണ് ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷൻ. ഈ റോഡ് 100 കിലോമീറ്റർ സ്പീഡാണ്. ശരിക്കും നമ്മൾ എതിരെയല്ല നടക്കേണ്ടത്, നമുക്കിനി അങ്ങോട്ട് മാറാം, അതായിരിക്കും നല്ലത്. നമ്മൾ പെട്ടു ഗൈസ്. ഇനി നമ്മൾ എവിടെ വരെ ഇതിൽ നടന്നു പോകണമെന്ന് അറിയില്ല, നോക്കാമെന്നാലും. ഇത് സമയം പോകും നമുക്ക് കുറേ, കാരണം നമുക്ക് സ്ട്രെയിറ്റ് റോഡല്ല, നമ്മൾ അങ്ങോട്ട് കൊണ്ട് അത് കളിക്കുമ്പോഴേ ഈ മെട്രോ സ്റ്റേഷൻ്റെ ഇതിലൂടെ നമുക്ക് നടക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കത് അവിടെ കോണി ഉണ്ട്, കോണി കയറി പോവാം. അയവ അടിപൊളി ഐഡിയ. ഇല്ലെങ്കിൽ ഞാൻ ഇത് നടുക്കൂടെ അവിടെ വരെ നടക്കണ്ടേ, പെട്ടേനെ. യെസ്, ഉയരങ്ങളിലേക്ക് കോണിയിലൂടെ നമ്മൾ പോവുകയാണ്. നല്ല മരത്തിൻ്റെ കോണയാണ്. അയ്യോ, നമ്മളങ്ങനെ എത്തി. നമ്മൾ JLT എത്തി. JLT എന്ന് പറഞ്ഞാൽ ജുമേര ലേക്ക് ടവേഴ്സ്. കുറേ ടവേഴ്സ് ഓരോരോ സെക്ഷൻ തിരിച്ചിട്ടുണ്ടാവും, ABCD അങ്ങനെ. അതിൽ നമ്മൾ S-ലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയം ഇപ്പോൾ 6:06. ഈ ചെറിയ വിരലില്ലേ നമ്മുടെ ഷൂവിൻ്റെ സൈഡിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വേദന ഉണ്ട്, അതേ ഉള്ളൂ. വേറെ വേദന ഒന്നുമില്ല, ചെറിയ വിരലിൽ ചെറിയ വേദന ഉള്ളൂ. നമുക്ക് ബാൻഡേഡ് ഇട്ടിട്ട് തന്നെ മാറും. അത് ഷൂവിൻ്റെ അവിടെ വരയുന്നതുകൊണ്ട് വേറെ വേദന ഒന്നും നിലവിലില്ല.